നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിക്ക് സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു പ്രചരിപ്പിച്ചത്. വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് നീക്കം. മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോയാണ് കേസിലെ വിധിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി തള്ളിയ വാദങ്ങളാണ് വീഡിയോയിലുള്ളത്. ഇതിനു പുറമെ അതിജീവിതയുടെ പേരടക്കം വീഡിയോയിൽ പരാമർശിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അയാൾ വിചാരണ കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് ടി.ജി. മോഹൻദാസ്. പ്രതികളാരും തന്നെ കോടതിയിൽ പീഡനം നിഷേധിച്ചിട്ടില്ലെന്നാണ് വിധിയിൽ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോയിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിചാരണ കോടതിയിൽ അയാൾ പറഞ്ഞിട്ടില്ല. ഇത് നടന്നിട്ടില്ല, ഇത് സാങ്കല്പികമാണ്, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാനാണ് ആ വണ്ടി ഓടിച്ചത്, എനിക്കറിയാം അതിനകത്ത് ഒരു ചുക്കും നടന്നിട്ടില്ല എന്നൊക്കെ കോടതിയിലും പറയണ്ടേ. പക്ഷെ ഇയാൾ ഇതൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ആരും തന്നെ റേപ്പ് കേസ് നിഷേധിച്ചിട്ടില്ല. ചെറിയ ചില ഒബ്ജക്ഷൻസ് അല്ലാതെ വേറൊന്നും തന്നെ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പ്രതികൾക്കെല്ലാം വക്കീലും ഉണ്ടായിരുന്നു. ഇവരാരും നിസ്സഹായരൊന്നും ആയിരുന്നില്ല. 6 പ്രതികൾ പ്ലസ് ദിലീപിന്റെ വക്കീൽ, അങ്ങനെ 7 വക്കീലന്മാർ ഈ അതിജീവിതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇത് തെളിഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെടുന്ന വീഡിയോ വെച്ചൊന്നുമല്ല റേപ്പ് തെളിയുന്നത്. ശാസ്ത്രീയ പരിശോധനയിലാണ് അക്കാര്യങ്ങൾ തെളിഞ്ഞത്. ആ റേപ്പ് നടന്നിട്ടില്ല എന്ന് വാദിക്കാൻ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് സാധിച്ചില്ല. 8ാം പ്രതി ആയിരുന്നല്ലോ ദിലീപ്. ദിലീപിന്റെ വക്കീൽ ബി രാമൻപിള്ള സാർ സമർത്ഥനാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ റേപ്പ് നടന്നില്ല എന്ന് വന്നാൽ അതിന്റെ 1ാം ഗുണഭോക്താവ് ദിലീപാണ്. റേപ്പേ നടന്നില്ല, പിന്നെ എന്ത് കൊട്ടേഷൻ ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പോടോ എന്ന് പറഞ്ഞിട്ട് കോടതി സകലരെയും പറഞ്ഞുവിടും. റേപ്പ് നടന്നില്ല എന്ന് പറയാൻ രാമൻപിള്ള സാറും ശ്രമിച്ചിട്ടില്ല. മാർട്ടിൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുമില്ല. മാർട്ടിന്റെ ആ വീഡിയോ എടുത്ത് ആഘോഷിക്കുന്നത് ഒരു മാന്യതയല്ല. പക്ഷേ ഇതൊക്കെ കൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാകുന്നില്ല. ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് വേറെ തെളിവ് വേണം. അതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി വിധിച്ചു കഴിഞ്ഞു. കോടതിയിൽ ബാലചന്ദ്രകുമാർ എന്ന കഥാപാത്രം കോടതിയിൽ ഒരുപാട് മൊഴികൾ കൊടുത്തു. ഇദ്ദേഹം കൊടുത്ത ഡിജിറ്റൽ തെളിവുകളെല്ലാം എഡിറ്റഡ് ആണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ചുക്കും കയ്യിലില്ലാത്തൊരു മനുഷ്യൻ, വെറും വാചകമടി മാത്രം. ബട്ട് ചാനലിൽ കിടന്ന് ഷൈൻ ചെയ്യും. ഈ ചാനൽ ഷൈനിങ് കൊണ്ട് കേസ് ജയിക്കാൻ പറ്റില്ല. ഇത് വക്കീലന്മാരോട് പറഞ്ഞാൽ അവരും സമ്മതിക്കില്ല. ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസ് ഹൈക്കോടതിയിൽ പോയാലെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടണം, അതിനുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കണം. ഹൈക്കോടതിയിലും തോക്കുമെന്നാണ് അവർക്ക് വിലയിരുത്തൽ. തോറ്റാൽ പോലും ജനമനസ്സിൽ ദിലീപ് കുറ്റക്കാരനായിട്ട് കിടക്കണം. അതിനു വേണ്ടിയിട്ട് നിരന്തരം നടത്തുന്ന ക്യാമ്പയിനാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിൽ നടന്ന ഒരുപാട് ബലാത്സംഗ കേസുകളിൽ, അടുത്ത് നടന്ന വിവാദമായ കേസുകളിൽ പോലുമുള്ള ആരോപണമാണ് എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, എന്റെ അശ്ലീല ചിത്രങ്ങൾ എടുത്തു, വീഡിയോ എടുത്തു, അത് ആര് പറഞ്ഞെടുപ്പിച്ചതാണ്, ആരാണ് അതിന്റെ പിന്നിൽ, ആ വീഡിയോ എടുക്കാൻ ആര് പറഞ്ഞു, ആരും പറഞ്ഞില്ല. അത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റേതോ കാര്യത്തിന് ഈ റേപ്പിസ്റ്റ് തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഈ നടിയുടെ കാര്യം വന്നു കഴിയുമ്പോൾ അതുപോരാ, ആ വീഡിയോ എടുത്തതല്ല, എടുപ്പിച്ചതാണ്. കല്ല് വീണതല്ല, എറിഞ്ഞതാണ്. എറിഞ്ഞ ആളെ പിടിച്ചില്ല, കല്ലിനെ പിടിക്കുന്നു. ഈ ന്യായമൊക്കെ വരുന്നു. എന്തുകൊണ്ട് മറ്റേ കേസിൽ ഈ ന്യായം വരുന്നില്ല? ഈ കാര്യത്തിൽ മാത്രം വീഡിയോ എടുത്തതിന്റെ പുറകിൽ ആരെങ്കിലും വേണം. ഒന്നുകിൽ ദിലീപ് വേണം, അല്ലെങ്കിൽ മാർട്ടിൻ പറഞ്ഞ പോലെ ലാല് വേണം, അല്ലെങ്കിൽ രമ്യ നമ്പീഷൻ, ആരെങ്കിലും ഇതിന്റെ പുറകിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഇതെന്തൊരു വാശി! ശരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയിൽ ഈ ബാലചന്ദ്രകുമാറിനെ ഒക്കെ കൊണ്ടുപോയി നാണം കെട്ടു. ഇനിയെങ്കിലും ആ കലാപരിപാടി അവസാനിപ്പിക്കൂ എന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റമുക്തനാക്കുകയും പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകുകയും ചെയ്ത കോടതി വിധിക്കെതിരെ വിമർശനവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയും എത്തി. കൂട്ടബലാത്സംഗ കേസിൽ പോലും പരമാവധി നൽകാത്ത സാഹചര്യമാണുള്ളതെന്നും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സമൂഹമാധ്യമങ്ങളിലൂടെയും അധിക്ഷേപം അംഗീകരിക്കാനാവില്ലെന്നും പി സതീദേവി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് വനിതാ കമ്മീഷൻ ഇതാദ്യമായി പ്രതികരിക്കുന്നത്. തൊഴിൽ സ്ഥാപനങ്ങളിൽ 2013 നിലവിൽ വന്നിട്ടുള്ള നിയമം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂട്ടബലാത്സംഗത്തിന് ഒരു പെൺകുട്ടി ഇരയായതിനുള്ള തെളിവുകൾ അംഗീകരിച്ചാണ് കോടതി വിധി ഉണ്ടായത്. ഇത്തരം കേസുകളിൽ പോലും പരമാവധി ശിക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അതിജീവിതമാർ തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ടി വരുന്നത്. ഇതൊരു അതീവ ഗൗരവമുള്ള ഒരു അവസ്ഥയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ അധിക്ഷേപങ്ങൾക്ക് വിധേയരാകുന്ന അതിജീവിതമാർ പരിഭ്രമിച്ച് പ്രതികരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുവെന്നും സതീദേവി വിലയിരുത്തി. സൈബർ പോലീസ് സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കണമെന്ന ആവശ്യവും സതീദേവി ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉൾപ്പെടെ അതിജീവിതമാർ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയത്തിലും വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെ വനിതാ കമ്മീഷനും അതിജീവിതയുടെ പരാതി ലഭിച്ചിരുന്നു. ഈ വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും സതീദേവി കൂട്ടിച്ചേർത്തു.
അതേസമയം വിധി വന്ന ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ച വനിതാ കമ്മീഷനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. ആഹാ, ഇങ്ങനെ ഒരു വനിതാ കമ്മീഷൻ കേരളത്തിലുണ്ടല്ലേ, എന്നിട്ട് വിധി വന്നത് ഇന്നാണല്ലേ അറിഞ്ഞത്, വളരെ നല്ല കാര്യം എന്നാണ് ഒരാൾ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിപ്പകർപ്പ് ഓരോ ദിവസങ്ങളിലായി ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിച്ച ക്രൂരതയും വേദനയും പ്രതിസന്ധികളുമെല്ലാം അവരുടെ മൊഴിയിലുണ്ട്. അതിജീവിതയോട് ദിലീപിന് ഇത്ര വലിയ വൈരാഗ്യം തോന്നാൻ കാരണം എന്താണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതിജീവിത മഞ്ജു വാര്യരോട് പറഞ്ഞതിന്റെ വകയാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. സിനിമയിൽ ദിലീപിന് മാത്രമാണ് തന്നോട് ശത്രുതയെന്ന് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്ന മൊഴിയും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അത് കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. 2017 ജൂണിലാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയത്. അന്ന് അതിജീവിത വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന കാലഘട്ടമായിരുന്നു. തന്നോട് ഏറ്റവും അധികം വൈരാഗ്യമുള്ളത് ദിലീപിന് മാത്രമാണെന്ന് അതിജീവിത അന്നു മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ രംഗത്തായാലും പുറത്തായാലും മറ്റൊരു ശത്രുയില്ല. തനിക്കെതിരെയുള്ള അതിക്രമം നടന്ന അന്ന് തന്നെ ദിലീപാണ് ഇതിന് പിന്നിൽ എന്ന് തനിക്ക് വ്യക്തമായി അതിജീവിത പറയുന്നു. സഹോദരനോട് ഇക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് മുൻപ് 8ഓളം സിനിമകളിൽ ദിലീപിന്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. പല സിനിമകളും സൂപ്പർ ഹിറ്റായി ഓടിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനുശേഷം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ കാവ്യമാധവനും ദിലീപുമുള്ള ബന്ധം തനിക്കും സിനിമാ ഇൻഡസ്ട്രിയിലെ മിക്കവർക്കും അറിയാമായിരുന്നു. പിന്നീട് മഞ്ജു വാര്യർ തന്നെ സമീപിച്ച് ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. 2010 അമേരിക്കയിൽ നടന്ന സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തവരിൽ താനും കാവ്യമാധവനും കാവ്യയുടെ അമ്മയും റിമി ടോമിയും നാദർഷയും ഉണ്ടായിരുന്നു. ഇവരെല്ലാമായി നല്ല സൗഹൃദമുള്ള കാലഘട്ടമായിരുന്നു അത്. ദിലീപ് റൂമിലേക്ക് വരുമ്പോൾ റിമി ആദ്യം എഴുന്നേറ്റ് പോകും. അതിനുശേഷം താനും എഴുന്നേറ്റ് പോകുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് പ്രൈവസി വേണമെന്ന അർത്ഥത്തിലാണ് പെരുമാറിയിരുന്നത്. ഇവരുടെ ബന്ധം സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനുശേഷം മഞ്ജു വാര്യർ തന്നെ സമീപിക്കുകയും ചില സന്ദേശങ്ങൾ കാണിക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും അടുപ്പം വ്യക്തമാക്കുന്ന ചില സന്ദേശങ്ങളാണ് മഞ്ജു വാര്യർ അതിജീവിതയെ കാണിച്ചത്. ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അവരുടെ കുടുംബകാര്യമായതിനാൽ മറുപടി പറയാൻ മടിക്കുന്നു. പിന്നീട് പിതാവ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരെ ബോധിപ്പിക്കുന്നതെന്നാണ് മൊഴിയിലുള്ളത്. പിന്നീട് ഒരു ദിലീപ് ഷോ എന്ന പേരിൽ യൂറോപ്യൻ ട്രിപ്പിലും താനും ദിലീപും ഉണ്ടായിരുന്നു. ഈ ട്രിപ്പിനിടെ ഒരു ബസ്സിൽ വെച്ച് ദിലീപ് തന്നോട് കാവ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഞ്ജുവിനോട് പങ്കുവെച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്കത് സമ്മതിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഇതിനുശേഷം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. ദിലീപുമായി ബന്ധപ്പെട്ടുള്ള പല പ്രൊഡ്യൂസർമാരുടെയും സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പിന്നീട് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി മൊഴിയിൽ പറയുന്നുണ്ട്.